വന്നാലും മുത്തശ്ശ, വന്നാലും എന്താ വല്ലാതെ പരിഭ്രമിച്ചിരിക്കുന്നത്? രാവണ, ഒരു കാലത്ത് ആ നാരായണൻ മൂലം നമ്മുടെ അസുരകുലം നശിച്ചപ്പോഴാണ് ഞാൻ പരിഭ്രമിച്ചത്. പിന്നീട് നീ കാരണം അത് തലയുയർത്തി നിന്ന സമയത്ത് ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ ഒരു വീരകുലം വീണ്ടും നിലം പതിക്കുമോ എന്നുള്ള പരിഭ്രമത്തിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. മുത്തശ്ശ, എന്താണ് ഈ പറയുന്നത്? ആ രാമന്റെ പത്നി സീതയെ നീ അപഹരിച്ചു കൊണ്ടുവന്നിട്ടില്ലേ? അതിനെക്കുറിച്ചാ പറയുന്നത്. മുത്തശ്ശ, അത് അങ്ങയോട് ഞാനത് രാവണ, നീ ബാല്യകാലം മുതൽക്കേ എന്നോടൊന്നും തന്നെ മറക്കാത്തവനാണ്. ഒന്നും ആരോടും തന്നെ ഒളിയും മറയുമില്ലാതെ സംസാരിച്ച് ശീലമുള്ളവൻ. അങ്ങനെയുള്ള നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒന്നും പറയാനില്ലാതെ നിൽക്കുന്നത് കണ്ടാൽ എൻ്റെ പരിഭ്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമില്ല മുത്തച്ഛ, ഒരു സന്യാസി പത്നിയെ അപഹരിച്ചു കൊണ്ടുവന്നതിന് അങ്ങയോട് എന്ത് കാരണമാണ് പറയാൻ പറ്റുക എന്ന് ജ്യേഷ്ഠൻ ചിന്തിക്കുകയായിരുന്നു. രാവണ, നീ സീതയെ അപഹരിച്ചു കൊണ്ടുവന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അപഹരിച്ചത് മാത്രമല്ല, കുലദേവതയ്ക്ക് തുല്യയായ ദൈവപുത്രിയെ ജ്യേഷ്ഠന്റെ പ്രിയപ്പെട്ട ഇടമായ അശോകവനത്തിൽ താമസിപ്പിച്ചത് അതിലും വലിയ ക്രൂരതയാണ്. ഇതിനെക്കുറിച്ച് കേട്ടെന്റെ മനസ്സാകെ ഇടറുകയാണ് രാവണ. വേദങ്ങളെല്ലാം പഠിച്ച് സാക്ഷാൽ ശിവന്റെ അനുഗ്രഹം തേടി ലോകപ്രശംസയേറ്റു വാഴുന്ന എന്റെ ചെറുമകൻ രാവണൻ ഒരു സന്യാസിയുടെ പത്നിയെ മോഹിച്ച് അപഹരിച്ചു കൊണ്ടുവന്നില്ലേ എന്ന് നാളെ ഈ ലോകം പഴിക്കില്ലേ നിന്നെ? അതെന്റെ മനസ്സിനെ എങ്ങനെയാണ് താങ്ങുക? മുത്തശ്ശ, സത്യത്തെ തിരിച്ചറിയാത്തവരാണ് അങ്ങനെ പഴിക്കുന്നത്. ഉയർന്ന വംശത്തിൽ പിറന്ന എന്റെ സഹോദരിയെ അപമാനിച്ച നീചന്മാരോട് പകരം വീട്ടുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രാമന്റെ പത്നിയെ അപഹരിച്ചു കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കിയവരെല്ലാവരും തന്നെ യാതൊരു കാരണവശാലും എന്റെ ഈ പ്രവൃത്തിയെ പഴിക്കുകയില്ല. ജ്യേഷ്ഠ, ശൂർപ്പണഖയെ അപമാനിച്ചവരോട് പകരം വീട്ടുവാനാണെങ്കിൽ നമ്മുടെ ചെറിയമ്മ താടകയെപ്പോലെ, നമ്മുടെ സഹോദരന്മാരായ ആ കരദൂഷണന്മാർ എന്നിവരെ പോലെ ആ രാമലക്ഷ്മണന്മാരെ നേർക്കുനേർ കണ്ടുമുട്ടേണ്ടതായിരുന്നു. അവരിരുവരെയും അങ്ങയുടെ വീരം കൊണ്ടൊരു പാഠം പഠിപ്പിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്യാതെ നമ്മുടെ പ്രിയപ്പെട്ട മാരീചനെ നിന്റെ അധികാര ബലം കൊണ്ട് ഭയപ്പെടുത്തി മായാമാനായി അവിടേക്ക് അയച്ച് ആ മഹാത്മാവിനെ സീതയിൽ നിന്ന് അകറ്റിയിരിക്കുകയാണ്. ആയതിനാൽ മുമ്പ് രാമന്റെ അമ്പിൽ നിന്ന് രക്ഷപ്പെട്ട മാതിലൻ മാരീചൻ അതേ രാമന്റെ അമ്പുകൊണ്ട് തന്നെ ഇഹലോകവാസം വെടിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടുത്ത ഒരു ബന്ധുവിന്റെ മൃത്യുവിൽ പോലും ദുഃഖം ഒട്ടും പ്രകടമാക്കാതെ ആ സന്യാസി പത്നിയെ അപഹരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ അത് പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് അങ്ങേക്ക് എങ്ങനെ പറയാൻ കഴിയും? വിഭീഷണ, എന്തും ആരെയും നഷ്ടപ്പെടുത്താതെ ഒരുവന് പരിശ്രമത്തിലൂടെ വിജയം കണ്ടെത്തുവാൻ സാധിച്ചുവെന്ന് ഇതുവരെയും ഒരു ചരിത്രത്തിലും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. ആഗ്രഹിച്ചത് കൈക്കലാക്കണമെങ്കിൽ ചിലരെ അല്ലെങ്കിൽ ചില കാര്യങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തിയേ പറ്റൂ. അങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ് മാതുലൻ മാരീചന്റെ മൃത്യു. അദ്ദേഹത്തിന്റെ ജഡത്തിനരികിൽ ഞാൻ വിഷമിച്ചു നിന്നിരുന്നുവെങ്കിൽ ആ സന്യാസിയോട് പകരം വീട്ടുവാൻ താമരപ്പൂ പോലെ ഇരിക്കുന്ന സീതയെ എനിക്കങ്ങനെ അപഹരിക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ. ജ്യേഷ്ഠ, പകരം വീട്ടുക മാത്രമാണ് അങ്ങയുടെ ലക്ഷ്യം. എന്നാൽ സീതയോട് തെറ്റായി ഒന്നും പ്രവർത്തിക്കുകയില്ല, അങ്ങനെയല്ലേ? വിഭീഷണ, നമ്മുടെ മുത്തച്ഛൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ കാര്യങ്ങൾ ഒതുക്കത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ പറയാം. എതിരാളികളുടെ തല കുനിപ്പിക്കുവാൻ വേണ്ടിയാണ് സീതയെ അപഹരിച്ചു കൊണ്ടുവന്നത്. എന്നാലും അവൾ മധുരിക്കുന്ന കനിയാണ്. എന്റെ ആഗ്രഹപ്രകാരം കൂടുതൽ മധുരിച്ചാൽ ആ കനിയെ എടുത്ത് ഭക്ഷിക്കുക തന്നെ ചെയ്യും. സന്യാസിയുടെ തോട്ടത്തിലെ കനിയാണെന്ന് കരുതി ഒരിക്കലും വലിച്ചെറിയില്ല ഞാൻ. ഇതാണ് എന്റെ വ്യക്തവും കൃത്യവുമായ തീരുമാനം. ആയതിനാൽ ഇതിനപ്പുറം ഇതിനെപ്പറ്റി ആരും ഇവിടെ നിന്ന് സംസാരിക്കാതെ പോകുന്നതാണ് നല്ലത്. ജ്യേഷ്ഠ, എവിടെയാണോ പിഴച്ചത് അവിടെ നിന്നും തിരുത്തിക്കൊടുക്കുന്നവർ മിത്രങ്ങളാണ് എന്ന് പറയാം. അപ്പോഴും മധുരമായി സംസാരിക്കുന്നവർ ശത്രുക്കൾ. ആയതിനാൽ അങ്ങയുടെ പേരിനും പ്രശസ്തിക്കും കളങ്കം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതുവരെ ഞങ്ങളുടെ ചിന്താഗതികൾ അങ്ങയോട് എടുത്തു പറഞ്ഞത്. ഇനി അങ്ങയുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കുകയില്ല. പോയി വരാം. മുത്തച്ഛ, വന്നാലും. കളങ്കം കറയായി മാറുമത്രേ. സാക്ഷാൽ അമൃതായാലും അതെടുത്ത് കഴിക്കുകയാണെങ്കിൽ കയ്യിൽ എച്ചിലാവുക തന്നെ ചെയ്യും എന്ന് കരുതി അമൃത ആരും എടുത്ത് കഴിക്കാതിരിക്കുമോ? ഏതോ ഒരു താപസിനു വേണ്ടി ഈ എന്നെ ഉപദേശിക്കാൻ വരികയാണ് വിഭീഷണൻ. ചെറിയ കുട്ടി
ആരെവിടെ? നീ ഉടനെ ചെന്ന് അരമന പ്രതിനിധിയോട് വരാൻ പറയൂ. മുത്തച്ഛ, സീതാദേവി വിധിമൂലം തന്റെ പതിയോടൊപ്പം വനത്തിലേക്ക് വന്നു എന്നല്ലാതെ അവർ മിഥിലാപുരിയിലെ രാജകുമാരിയാണ്, ജനകരാജന്റെ പുത്രി, അയോധ്യ ചക്രവർത്തി ദശരഥന്റെ മരുമകൾ. അതെ, എനിക്ക് കേട്ടുകേൾവിയുണ്ട്. അത്രയും പ്രൗഢിയിൽ വളർന്ന അവരെ അശോകവനത്തിൽ രാക്ഷസിമാരുടെ സംരക്ഷണയിൽ വച്ചിരിക്കുന്നത് അവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും. ആ ജനകപുത്രിയുടെ ദുഃഖമകറ്റാൻ നമ്മളാൽ എന്തു ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സീതാദേവിയുടെ മനസ്സിന് സമാധാനം ലഭിക്കും വിധം ഉയർന്ന ഗുണമുള്ള ഒരു നാരിയെ തോഴിയായി നമ്മൾ അശോകവനത്തിലേക്ക് അയക്കണം. അതിരിക്കട്ടെ, അത്രയും കഴിവുള്ള ഒരു നാരി നമ്മുടെ അസുരവംശത്തിൽ ആരാ ഉള്ളത്? അത് ഞാനുണ്ട് മുത്തശ്ശ. ആര്? എന്റെ പ്രിയ ചെറുമകൾ തിരിച്ചിറയോ? തൃശ്ശളെ, നീ പറയുന്നത്? പിതാവേ, അങ്ങയും മുത്തശ്ശനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടോണ്ട് വരികയായിരുന്നു. അങ്ങ് വിചാരിച്ചതുപോലെ സീതാദേവിക്ക് ആശ്വാസം നൽകുന്ന ഒരു തോഴിയായി അശോകവനത്തിലേക്ക് ഞാൻ ചെല്ലാമെന്നാണ് പറഞ്ഞു വരുന്നത്. നിന്റെ നല്ല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് തൃശ്ശളെ. എന്നാൽ അശോകവനത്തിൽ സീതയെ താമസിപ്പിച്ചിരിക്കുന്നത് എന്റെ ജ്യേഷ്ഠനായ രാവണനാണ്. ഞങ്ങളതിനെ എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്നുണ്ട്. ഈയൊരവസ്ഥയിൽ നീ അവിടെ തോഴിയായി ചെല്ലുന്നത് അദ്ദേഹം അത് അംഗീകരിക്കുമോ എന്നാണ് ഞാൻ... പിതാവേ, എന്റെ വല്യച്ഛനായ രാവണേശ്വരൻ എന്നോട് വളരെ സ്നേഹവും വാത്സല്യമുള്ളയാളാണ്. ഞാൻ അദ്ദേഹത്തോട് കൗശലത്തിൽ സംസാരിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ സമ്മതവും വാങ്ങിച്ചോളാം. സന്തോഷമായി മകളെ. ശരി, നിന്റെ ആഗ്രഹം പോലെ. പക്ഷേ ഒരു കാര്യം, എന്റെ ജ്യേഷ്ഠൻ രാവണേശ്വരന് സംശയം തോന്നുന്ന വിധത്തിൽ നീ ഒന്നും ചെയ്യാൻ പാടില്ല. പിതാവേ, ഞാൻ വിഷമിച്ചിരിക്കുന്ന സീതാദേവിക്ക് തുണയായിരിക്കാൻ ചെല്ലും എന്നുള്ളതല്ലാതെ വല്യച്ഛനോട് ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ. ആയതിനാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് എന്നെ ഒരു സംശയമുണ്ടാവില്ല. അങ്ങ് അനുവാദം നൽകിയാലും ഞാൻ ഇപ്പോൾ തന്നെ വല്യച്ഛനെ സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ ഉത്തരവ് കൈപ്പറ്റി അശോകവനത്തിലേക്ക് പോകാം. ഒരു ദിവ്യവിളക്കിന് തുണയാകാൻ പോകുന്ന നിന്റെ മനസ്സ് എന്നും വാഴ്ത്തപ്പെടും. പോയി വരൂ പുത്രി. അങ്ങനെ ആവട്ടെ പിതാവേ. പോയി വരാം മുത്തശ്ശ. പോയി വരൂ ചെറുമകളെ. എന്താ ഇത്? പ്രതിനിധി ഇതുവരെ വന്നില്ലല്ലോ. സ്നേഹവും വാത്സല്യവും നിറഞ്ഞ എന്റെ വല്യച്ഛന് എന്റെ അനന്തകോടി പ്രണാമങ്ങൾ. സ്നേഹനിധിയായ എന്റെ പുത്രി തൃശ്ശിര നന്നായി വരട്ടെ. പുത്രി, എന്താ ഇന്നെന്നെ കാണാൻ വന്നിരിക്കുന്നത്? ഒന്നുമില്ല വല്യച്ഛ, അങ്ങയോട് ഒരു അനുമതിക്കായി വന്നതാണ്. എന്ത് അനുമതിയോ? പുത്രി, ഞാൻ ഈ ലങ്ക ഭരിക്കുകയാണെങ്കിലും എന്റെ ഹൃദയം ഭരിക്കുന്നത് ഞങ്ങളുടെ കുരുന്നുകളായ നിങ്ങളല്ലേ. അത്രയും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന നീ എന്ത് അനുമതിക്കായിട്ടാണ് വന്നിരിക്കുന്നത്? അതായത് വല്യച്ഛ, അങ്ങ് സീതയെ കൊണ്ടുവന്ന് അശോകവനത്തിൽ പാർപ്പിച്ചിരിക്കുകയല്ലേ? അതെ. അവിടെ ആരെയാണ് കാവൽ നിർത്തിയിരിക്കുന്നത്? നമ്മുടെ രാക്ഷസ കുലത്തുള്ള നാരികളെയാണ് കാവലായി നിർത്തിയിരിക്കുന്നത്. ശരി, അതിനെക്കുറിച്ച് നീ എന്തിനാണ് ചോദിക്കുന്നത്? വല്യച്ഛ, സീത രാജകുലത്തിൽ പിറന്ന് രാജപ്രൗഢിയിൽ ജീവിച്ചവളാണ്. അവരെ കാക്കുന്ന രാക്ഷസിമാരോ നമ്മുടെ നാട്ടിലുള്ള പാവം കുടുംബത്തിലുള്ളവരാണ്. അവരെക്കൊണ്ട് ആ സീതയോട് നമ്മുടെ ഗുണങ്ങളെപ്പറ്റി എടുത്തു പറഞ്ഞ് അവൾ നമ്മളെപ്പറ്റി ഉയർന്ന രീതിയിൽ ചിന്തിക്കും വിധം പറയുവാൻ കഴിയുമോ എന്ന് എനിക്കൊരു സംശയം ഉടലെടുത്തു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആരാഞ്ഞത്. നിന്റെ സംശയവും ന്യായം തന്നെയാണ്. അതിരിക്കട്ടെ, അവളുടെ മനസ്സ് മാറ്റുന്നതിനായി വേറെ ആരെയാണ് കാവലിനായി അയക്കാൻ സാധിക്കുക? വല്യച്ഛ, കാവൽ കാക്കുന്ന അവരെക്കൊണ്ട് അവളുടെ മനസ്സ് മാറ്റാൻ സാധിക്കില്ല. സീത അങ്ങനെയുള്ള അടിമകളുടെ വാക്കുകൾ വിശ്വസിക്കുകയുമില്ല. അതിനേക്കാൾ നല്ലത് രാജകുടുംബത്തിലെ ഒരു നാരി അവളോട് സ്നേഹത്തിൽ സംസാരിച്ച് അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ സാധിക്കില്ലേ? അങ്ങനെയുള്ള നാരികൾ നമുക്കിടയിൽ ആരാ ഉള്ളത്? ഞാനുണ്ട് വല്യച്ഛ. എന്ത്? നീയോ? അതെ വല്യച്ഛ. വല്യച്ഛ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സീത എന്റെ വല്യമ്മയായ മണ്ഡോദരി ദേവിക്ക് സമം തന്നെയല്ലേ? അതെ അതെ. ആയതിനാൽ സീതാദേവിയോട് ഞാൻ തന്നെ അടുത്തിടപഴകി അവരോട് നമ്മുടെ ഗുണങ്ങളെപ്പറ്റി എടുത്തു പറഞ്ഞ് അവരുടെ മനസ്സിൽ അങ്ങയോട് സ്നേഹവും ബഹുമാനവും തോന്നിക്കാൻ ശ്രമിച്ചു നോക്കാമല്ലോ.
ബലാത്കാരത്തെക്കാളേറെ സ്നേഹം കൊണ്ട ഒരാളുടെ മനസ്സിനെ മാറ്റാൻ കഴിയുമല്ലോ. അതും നല്ലൊരു ചിന്ത തന്നെയാണ്. അതിരിക്കട്ടെ, എപ്പോഴാണ് സീതയെ കാണാൻ പോകുന്നത്? അങ്ങയുടെ അനുവാദം കിട്ടിയാൽ ഞാൻ ഇപ്പോൾ തന്നെ അശോകവനത്തിലേക്ക് പോകാം. നല്ല കാര്യം. സീതയെ കൊണ്ടുവന്നവനാണ് ഞാൻ. അവളുടെ മനസ്സ് മാറ്റിയതിനുള്ള പേര് നിനക്ക് കിട്ടുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ തന്നെ ചെയ്യാൻ വല്യേച്ച. പുത്രി, വൈകാതെ സന്തോഷ വാർത്തയുമായി വരൂ. ശരി വല്യേച്ച. സീതയോട് ഞാൻ തന്നെ പറഞ്ഞോളാം. രാജാതിരാജനായ രാവണേശന് അടിയന്റെ അനന്തകോടി പ്രണാമങ്ങൾ. അരമനയിലെ ജ്യോത്സ്യ പണ്ഡിത വന്നാലും അങ്ങയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. പ്രഭു, അങ്ങെന്നെ കാണണമെന്ന് ആഗ്രഹിച്ച കാരണമെന്താണ്? ജ്യോത്സ്യ പണ്ഡിത, ഞാൻ വേദം പഠിച്ചവനാണ്, ജ്യോതിഷവും അറിയാവുന്നവൻ. എന്നാലും എന്റെ വിധിയെയോ നല്ല നേരങ്ങളെയോ മറ്റുള്ളവരുടെ നാവിൽ നിന്നും കേൾക്കണമെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് താങ്കളെ എന്റെ അരമനയിലെ ജ്യോത്സ്യനായി നിയമിച്ചിരിക്കുന്നത്. മഹാരാജൻ, പ്രപഞ്ചമെല്ലാം അടക്കി വാഴുന്ന താങ്കൾ വിളിച്ചാൽ സാക്ഷാൽ ബ്രഹ്മദേവൻ തന്നെ താങ്കളുടെ അടുത്ത് വന്ന് ജ്യോത്സ്യം പറയാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ മഹത്തായ സ്ഥാനത്തിരിക്കുന്ന താങ്കളുടെ ആസ്ഥാന ജ്യോതിഷിയായി താങ്കൾ എന്നെ നിയമിച്ചത് അടിയന്റെ പൂർവികർ ചെയ്ത പുണ്യം കൊണ്ടായിരിക്കാം. എന്തിനാണ് താങ്കളെ നിയമിച്ചതെന്നറിയാമോ? സാക്ഷാൽ ബ്രഹ്മദേവൻ പിതാവ് വഴി എന്റെ മുത്തശ്ശനാണ്. അങ്ങനെയാണെങ്കിലും അദ്ദേഹം ദേവന്മാരുടെ ക്ഷേമത്തിൽ താൽപ്പര്യമുള്ള ആളാണ്, എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾ. ആയതിനാൽ അദ്ദേഹത്തിനെതിരായി ഒരാൾ വേണമെന്ന് കരുതി താങ്കളെ നിയമിച്ചു. ശരിയാണ് രാജൻ. അങ്ങയുടെ കിരീടധാരണത്തിന് സാക്ഷാൽ ബ്രഹ്മദേവൻ തന്നെ നാൾ കുറിച്ച് തന്നപ്പോൾ ശരിയാണോ എന്ന് നോക്കാൻ എന്നെ ഏൽപ്പിച്ചു. അങ്ങയുടെ വിവാഹത്തിന്റെ മുഹൂർത്തം മുതൽ അങ്ങയുടെ പുത്രന്മാരെ നാമകരണം ചെയ്തതുവരെ ബ്രഹ്മദേവൻ എഴുതിയ ആ ഓലകളെ ഞാൻ വായിച്ചു നോക്കിയ ശേഷമാണ് അംഗീകരിച്ചത്. എല്ലാത്തിനുമുപരിയായി താങ്കൾ കരസ്ഥമാക്കിയ ദിഗ്വിജയങ്ങൾക്ക് ഞാൻ കുറിച്ചു തന്ന മുഹൂർത്തമാണ് കൃത്യമെന്ന് പറഞ്ഞ് എനിക്കൊരുപാട് സമ്മാനങ്ങളും അങ്ങ് തന്നു. അതേ ജ്യോത്സ്യ, ആ സമ്മാനങ്ങൾക്കെല്ലാം മുകളിലുള്ള സമ്മാനം ഇപ്പോൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ശരിയായ വ്യക്തമായ ഉത്തരം തന്നാൽ. രാജൻ, അങ്ങേക്ക് ദോഷകരമാകുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടേയില്ല. ചോദ്യം എന്താണെങ്കിലും ചോദിച്ചോളൂ. എന്റെ ജ്യോതിഷ അറിവ് വെച്ച് എന്താണോ തോന്നുന്നത് അത് ഞാൻ മറച്ചുവെക്കാതെ പറയാം. ഗണിതശാസ്ത്രജ്ഞ, ഞാനൊരു സന്യാസി പത്നിയെ അപഹരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അവളോ എന്നെ കണ്ടാൽ തന്നെ ഇടിമുഴക്കം കേട്ട നാഗത്തെപ്പോലെ നടുങ്ങുകയാണ്. അവളെ ഞാൻ കൊണ്ടുവന്നത് തെറ്റാണ് എന്ന് എന്റെ ചുറ്റുമുള്ളവർ കുറ്റം പറയുകയാണ്. ലോകം മുഴുവൻ അടക്കി വാഴുന്ന അങ്ങയെ കുറ്റം പറയുന്നവർ ഈ ലങ്കയിലുണ്ടെന്നാണോ? അതെ, ഉണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ സാമ്രാജ്യത്തിന്റെ അധിപതിയാണ്, ഏകാധിപതിയല്ലല്ലോ. എല്ലാവർക്കും സ്വതന്ത്രമായി സംസാരിക്കാൻ അധികാരം കൊടുത്തിട്ടുണ്ട്. അരമന ജ്യോത്സ്യ, ഇപ്പോഴെന്നെ പഴിപറയുന്ന എല്ലാവരും ആ സീത എന്നോടൊപ്പം വാഴുന്നത് കണ്ട് പിൽക്കാലത്ത് തങ്ങളുടെ ചെയ്തികൾ ഓർത്ത് ലജ്ജിച്ച് തല താഴ്ത്തണം. ആ തരുണിയായ മയിൽ കൂട്ടിലെ കിളിയായി എന്നോട് കൊഞ്ചി സംസാരിക്കണം. അങ്ങനെയുള്ള സന്തോഷ നാളുകൾ എന്ന് വരുമെന്ന് അങ്ങ് ജ്യോതിഷപ്രകാരം ഗണിച്ചെന്നോട് പറഞ്ഞാലും. ഇതാ ഇപ്പോൾ തന്നെ പറയാം. ലങ്കേശ്വര, എന്താണ് ജ്യോത്സ്യരെ, എന്തിനാണ് മടിക്കുന്നത്? മഹാരാജൻ, മറ്റുള്ളവരെ പോലെ ഞാനും അങ്ങയെ പഴിക്കുകയാണെന്ന് വിചാരിക്കരുത്. ജ്യോത്സ്യരെ, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? മഹാരാജൻ, ആ തരുണിയായ സീത അങ്ങയോടൊപ്പം ആനന്ദിക്കുന്നതിനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ലങ്കയെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതെന്നാണ് ജ്യോത്സ്യം പറയുന്നത്. എന്ത്? ശാന്തിയുടെ സ്വരൂപമായ ആ അമൂല്യ പേടകം ലങ്കയെ നശിപ്പിക്കുവാൻ വന്നതാണെന്നോ? അങ്ങനെ പറയുന്നത് ഞാനല്ല മഹാരാജൻ, ഈ ജ്യോത്സ്യമാണ് പറയുന്നത്. പിന്നെന്തൊക്കെയാണ് പറയുന്നത്? ആ നാരിയുടെ മുജ്ജന്മത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതെയോ? ആ തരുണിമണിയുടെ മുജ്ജന്മം എന്തായിരുന്നു?
മുൻപൊരു സമയത്ത് കുശത്വർ എന്നൊരു മുനിവര്യൻ മഹാലക്ഷ്മി തന്റെ പുത്രിയായി ജനിക്കുവാൻ വേണ്ടി വനത്തിൽ തപസ്സനുഷ്ഠിച്ചു. ആ സമയത്ത് ഓം മഹാലക്ഷ്മി നമഃ. ഓം മഹാമായേ നമഃ. ഓം നാരായണീയേ നമഃ. ഓം മാനസപുത്രിയേ നമഃ. ഓം മഹാലക്ഷ്മിയേ നമഃ. ഓം മഹാമായേ നമഃ. ഓം നാരായണീയേ നമഃ. ഓം മാനസപുത്രിയേ നമഃ. ഓം മഹാലക്ഷ്മിയേ നമഃ. ഓം മഹാമായേ നമഃ. ഓം നാരായണീയേ നമഃ. ഓം മാനസപുത്രിയേ നമഃ. പിതാവേ, ആഹാ, മാതേ, മഹാസ്വരൂപിണിയെ, വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത അവിടുന്ന് ഈ സാധാരണ രൂപത്തിൽ ഈ പാവപ്പെട്ടവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ കാരണമെന്താണ്? അല്ലയോ മുനിശ്രേഷ്ഠ, ഞാൻ അങ്ങയുടെ പുത്രിയായി പിറക്കുവാൻ വേണ്ടിയിട്ടല്ലേ താങ്കൾ എന്നെ മാനസപുത്രിയായി ഭാവിച്ച് തപസ് അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുനിവര്യനായ അവിടുത്തെ പുത്രിയായി ഈ സാധാരണ രൂപത്തിൽ ഞാൻ വന്നിരിക്കുന്നത്. അവിടുന്ന് എന്നെ അങ്ങയുടെ പുത്രിയായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈയുള്ളവന്റെ തപസ്സിൽ കൃപ തോന്നി എന്റെ പുത്രിയായി അവതരിച്ചിരിക്കുകയാണോ അവിടുന്ന്? ആഹാ, ഇതെന്റെ വലിയ ഭാഗ്യമാണ്. മകളെ, 1008 തിരുനാമങ്ങളുള്ള നിന്നെ ഞാൻ എന്തു ചൊല്ലിയാണ് വിളിക്കേണ്ടത്? പിതാവേ, വേദങ്ങളിൽ വൈഭവമുള്ള അങ്ങയുടെ പുത്രിയായി അവതരിച്ചിരിക്കുന്നതിനാൽ എന്നെ അങ്ങയ്ക്ക് വേദവതി എന്ന് വിളിക്കാവുന്നതാണ്. വേദവതി, വേദവതി. ആഹാ, ജ്ഞാനസ്വരൂപിണിയായ നിനക്ക് അനുയോജ്യമായ പേര്. പുത്രി വേദവതി, ഐശ്വര്യസ്വരൂപിണിയായ നിന്നെ എന്റെ പ്രിയപുത്രിയായി കാക്കുന്നതാണ്. നിന്റെ ചിന്തകൾക്കിണങ്ങിയ ഒരു നായകനെ കണ്ടെത്തി നിന്റെ വിവാഹം ഭംഗിയായി നടത്തി നിനക്കൊരു ജീവിതം നൽകുന്നതാണ്. പിതാവേ, ഞാൻ അവിടുത്തെ പുത്രിയായിട്ടാണ് അവതരിച്ചതെങ്കിലും എന്റെ നാരായണമൂർത്തിക്ക് തന്നെ എന്നെ വിവാഹം ചെയ്തു കൊടുക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പുത്രി, മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമായ നിങ്ങൾ ഇരുവരുടെയും വിവാഹം നടത്തുന്നതിനായി ഞാൻ വളരെയധികം ഭാഗ്യം ചെയ്ത വ്യക്തി തന്നെയായിരിക്കണം. ആയതിനാൽ നിന്റെ ഇഷ്ടപ്രകാരം തന്നെയാകട്ടെ. വരൂ മകളെ, നമ്മുടെ ആശ്രമത്തിലേക്ക് പോകാം. വരൂ മകളെ. പുത്രി വേദവതി, നീ വൃക്ഷത്തണലിൽ വിശ്രമിക്കൂ. ദാഹമകറ്റാനുള്ള ജലമെടുക്കാൻ, കൂടെ നിനക്കും ജലമെടുക്കാനായി ആ പൊയ്കയിലേക്ക് പോയി വരാൻ ഞാൻ. ഇവിടെ വിശ്രമിച്ചാൽ. അങ്ങനെ ആവട്ടെ പിതാവേ. ആഹാ, ആരാണിവൾ? ആഹാ, നിര്യായ തരുണീമണി തനിച്ചാണല്ലോ നിൽക്കുന്നത്. ആ മുനിവര്യൻ അവളെ തനിച്ചാക്കി എവിടേക്കോ പോവുകയാണ്. ഇതാണ് നല്ല സമയം. ഇപ്പോൾ ചെന്നാൽ അവളെ സ്വന്തമാക്കാം. വേണ്ട, എന്നെ ദർശിച്ചാൽ അവൾ അലറി വിളിച്ചുവെന്ന് വരാം. അത് കേട്ടാൽ ആ മുനിവര്യൻ ചിലപ്പോൾ എന്നെ ശപിച്ചുവെന്നും വരാം. ആയതിനാൽ ആദ്യം ആ മുനിവര്യനെ വധിച്ചേക്കാം.